ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ ശങ്കർ. എസ് മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ എസ് മീഡിയയിൽ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. കഴിഞ്ഞ ഇയർ പബ്ലിഷ് ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റി തന്നെ പബ്ലിഷ് ചെയ്തിരുന്ന ഡീറ്റെയിൽസ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ആൾസോ എങ്ങനെയാണ് അത് കാൽക്കുലേഷൻ നടത്തുന്നത്, ഒരു കുട്ടിയുടെ മാർക്ക് ബേസ് ചെയ്ത് എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നോക്കാം. 2021 പ്രോസ്പെക്ടസിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നുള്ളത്. കാരണം കുറച്ചേറെ പുതിയ പ്രോഗ്രാമുകൾ കൂടി യൂണിവേഴ്സിറ്റിയിൽ ആഡപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഈ ഒരു ഇയറിൽ പ്രോസ്പെക്ടസ് നൽകിയപ്പോൾ അവർ നൽകിയിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് ഓരോ കോഴ്സിൻ്റെയും ബാച്ച് വൈസ് ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം അണ്ടർ ദ ഫാക്കൽറ്റി ഓഫ് സയൻസ് ആണ്. സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ നോക്കാം. ഫസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ ടോട്ടൽ മാർക്സ് സെക്യൂർഡ് ഫോർ ഹയർ സെക്കൻഡറി. നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിൽ വാങ്ങിച്ചിട്ടുള്ള മാർക്ക് പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ നിങ്ങൾ എത്ര മാർക്കാണോ വാങ്ങിച്ചത് ആ മാർക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്കും തമ്മിലുള്ള കാൽക്കുലേഷൻ ആയിരിക്കും മാത്തമാറ്റിക്സിൻ്റെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഫിസിക്സിൻ്റെ നോക്കാം. ടോട്ടൽ മാർക്ക് സെക്യൂർഡ് ഫോർ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ ഫിസിക്സ്. ഇനി കെമിസ്ട്രി ആണ്. സെയിം ലെവൽ തന്നെയാണ്. ടോട്ടൽ മാർക്ക് സെക്യൂർഡ് ഫോർ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ കെമിസ്ട്രി. Zoology, total marks secured for higher secondary plus marks secured for biology. Botany, total marks secured for higher secondary plus marks secured for biology. ബയോളജിക്ക് നിങ്ങൾ വാങ്ങിച്ച മാർക്കും അതുപോലെ നിങ്ങളുടെ ഹയർ സെക്കൻഡറി ടോട്ടലായിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള മാർക്കും തമ്മിൽ ആഡ് ചെയ്താണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ജിയോളജി ആണ് എന്നുണ്ടെങ്കിൽ total marks secured for higher secondary plus 50% of marks obtained for geology as weightage for those who have studied geology. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ജിയോളജി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ 50% ഓഫ് മാർക്ക് ജിയോളജിക്ക് മേടിച്ച് 50% മാർക്കിൻ്റെ വെയിറ്റേജ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ജിയോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്ക് സെക്യൂർഡ് ഫോർ ഹയർ സെക്കൻഡറി പ്ലസ് 50% ഓഫ് മാർക്ക് ഒബ്റ്റെയിൻഡ് ഫോർ geography as weightage for those who have studied geography. ഹോം സയൻസ് ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്ക് സെക്യൂർഡ് ഫോർ ഹയർ സെക്കൻഡറി പ്ലസ് 50% ഓഫ് മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ ഹോം സയൻസ് ആസ് വെയിറ്റേജ് ഫോർ ദോസ് ഹു ഹാവ് സ്റ്റഡീഡ് ഹോം സയൻസ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ മാത്ത് പ്ലസ് 50% ഓഫ് മാർക്ക് ഒബ്റ്റെയിൻഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വെയിറ്റേജ് ഫോർ ദോസ് who studied statistics. Okay, then polymer chemistry ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്സ് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ കെമിസ്ട്രി. കെമിസ്ട്രിക്ക് നിങ്ങൾ നേടിയ മാർക്കും ടോട്ടൽ ഹയർ സെക്കൻഡറിക്ക് വാങ്ങിച്ച ടോട്ടൽ മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് ഉണ്ടാവുക. ഇനി ബയോ കെമിസ്ട്രി ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്സ് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ കെമിസ്ട്രി. ദെൻ സൈക്കോളജിക്ക് രണ്ട് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് ടോട്ടൽ മാർക്സ് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് 50% വെയിറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഫോർ സൈക്കോളജി ഫോർ ദോസ് ഹു ഹാവ് സ്റ്റഡീഡ് സൈക്കോളജി ആസ് എ സബ്ജക്റ്റ് ഇൻ ദ പ്ലസ് ടു ലെവലിൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് 10% വെയിറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഫോർ മാത്തമാറ്റിക്സ് ഓർ ബയോളജി, whichever is higher for those who studied mathematics or biology but not psychology as subject in the plus 2 level. Then microbiology ആണ്. A pass in higher secondary examination of the state or an examination accepted by the university as equivalent thereto with biology as one of the subject. Okay, microbiologyയിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ ബയോളജി ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം അണ്ടർ ദ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ്. അതിൽ എക്കണോമിക്സ് ആണ് പറയുന്നത്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സ്കോർഡ് ബൈ ദ കാൻഡിഡേറ്റ് ഫോർ എക്കണോമിക്സ്. ഇനി ഹിസ്റ്ററി ആണ് പറയുന്നത്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സ്കോർഡ് ബൈ ദ കാൻഡിഡേറ്റ് ഫോർ ഹിസ്റ്ററി ആൻഡ് എ വെയിറ്റേജ് ഓഫ് 25 മാർക്ക് ഓഫ് ഈച്ച് ഹിസ്റ്ററി പേപ്പർ. ഇനി പൊളിറ്റിക്കൽ സയൻസ് ആണ്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സ്കോർഡ് ബൈ ദ candidate for political science.
സോഷ്യോളജി ആണ് ഇനി പറയുന്നത്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സ്കോർഡ് ബൈ ദ കാൻഡിഡേറ്റ് ഫോർ സോഷ്യോളജി. ഇനി ഇസ്ലാമിക് ഹിസ്റ്ററി ആണ്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സ്കോർഡ് ബൈ ദ കാൻഡിഡേറ്റ് ഫോർ ഇസ്ലാമിക് ഹിസ്റ്ററി. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം അണ്ടർ ദ ഫാക്കൽറ്റി ഓഫ് ആർട്സ് ആണ്. അതിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ടോട്ടൽ മാർക്ക് ഫോർ ഹയർ സെക്കൻഡറി ഇക്വലൻറ്റ്, അതായത് ബ്രാക്കറ്റ് ലെവലിൽ 1200 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലസ് ഡബിൾ ദ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഫോർ ജനറൽ ഇംഗ്ലീഷ് പ്ലസ് 10% വെയിറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഫോർ ഓപ്ഷണൽ ഇംഗ്ലീഷ് കമ്പോണൻറ്റ്. ഇനി ഫിലോസഫി ആണ്. ടോട്ടൽ മാർക്ക് ഓഫ് ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സ്കോർഡ് ഇൻ പാർട്ട് 3 ഫിലോസഫി ഓപ്ഷണൽ. ഇനി BA ഹോണേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. അതിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ മാർക്ക് ഫോർ ഹയർ സെക്കൻഡറി ഓർ ഇക്വലൻറ്റ് പ്ലസ് ഡബിൾ ദ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഫോർ ജനറൽ ഇംഗ്ലീഷ് പ്ലസ് 10% വെയിറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഫോർ ഓപ്ഷണൽ ഇംഗ്ലീഷ് കമ്പോണൻറ്റ്. ഓക്കെ, ഇനി പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം അണ്ടർ ദ ഫാക്കൽറ്റി ഓഫ് ഓറിയൻ്റൽ സ്റ്റഡീസ് ആണ്. ആദ്യം മലയാളമാണ്. അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് 25% വെയിറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഇൻ ദ ഓപ്ഷണൽ മലയാളം കമ്പോണൻറ്റ് അണ്ടർ പാർട്ട് 3 പ്ലസ് 50% വെയിറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഇൻ പാർട്ട് 2 മലയാളം അറ്റ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഇനി പറയുന്നത് ഹിന്ദി, സംസ്കൃത്, തമിഴിൻ്റെ ആണ്. 3 സബ്ജക്റ്റ് നിങ്ങൾ ഈ 3 സബ്ജക്റ്റിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് ദ മാർക്ക് സെക്യൂർഡ് ഇൻ ദ ലാംഗ്വേജ് കൺസേൺഡ് ആസ് ഓപ്ഷണൽ അണ്ടർ പാർട്ട് 3 പ്ലസ് 50% വെയിറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഇൻ പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് കൺസേൺഡ് അറ്റ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഇനി അറബിക്കാണ് പറയുന്നത്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് ദ മാർക്ക് സെക്യൂർഡ് ഇൻ ദ ലാംഗ്വേജ് കൺസേൺഡ് ആസ് ഓപ്ഷണൽ അണ്ടർ പാർട്ട് 3 പ്ലസ് 50% വെയിറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഇൻ പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് കൺസേൺഡ് അറ്റ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ. ടോട്ടൽ CGPA ഓഫ് അഫ്സൽ ഉലുലൂമ പ്രിലിമിനറി പ്ലസ് 50% വെയിറ്റേജ് ഓഫ് ഗ്രേഡ് സ്കോർഡ് ഇൻ പാർട്ട് 1 അറബിക്. ഓക്കെ, ഇനി പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം അണ്ടർ ഫാക്കൽറ്റി ഓഫ് ഫൈൻ ആർട്സ് ആണ്. BA മ്യൂസിക് ആണ്. BA മ്യൂസിക്കിൻ്റെ കേസിൽ മാർക്സ് ഒബ്റ്റൈൻ ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് മാർക്ക് ഒബ്റ്റൈൻ ഫോർ മ്യൂസിക് ഇഫ് ദ സ്റ്റുഡൻസ് ഹാവ് ടേക്കൺ മ്യൂസിക് ആസ് ഓപ്ഷണൽ ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇനി ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സ് ആണ് പറയുന്നത്. കൊമേഴ്സ്, ഫിനാൻസ്, അതുപോലെ കോഓപ്പറേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ്ങിൻ്റെ കേസിൽ ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ അക്കൗണ്ടൻസി പ്ലസ് വെയിറ്റേജ് ഓഫ് 50% ഓഫ് മാർക്ക് സ്കോർഡ് ഫോർ ബിസിനസ് സ്റ്റഡീസ്. ഇനി കരിയർ റിലേറ്റഡ് ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാംസിൻ്റെ കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ബോട്ടണി ആൻഡ് ബയോടെക്നോളജി കോഴ്സിന് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് ഹയസ്റ്റ് മാർക്ക് ഫോർ ബയോളജി ഓർ ബയോടെക്നോളജി. ദെൻ എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് ആണ്. ടോട്ടൽ മാർക്സ് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് ഫോർ ബയോളജി. ദെൻ ബയോകെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിക്ക് ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് ഫോർ ബയോളജി. ദെൻ ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അതിൽ ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് ഫോർ ഫിസിക്സ്. ഇനി കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആണ്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് ഫോർ കെമിസ്ട്രി. ദെൻ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് 10% ഓഫ് ദ മാർക്ക് ഒബ്റ്റൈൻഡ് ഫോർ ജേർണലിസം ആസ് വെയിറ്റേജ്. അടുത്തത് മലയാളം ആൻഡ് മാത്സ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൻ്റെ കേസിൽ മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് 50% മാർക്ക് ഫോർ അഡീഷണൽ ലാംഗ്വേജ് മലയാളം പ്ലസ് മാർക്ക് സ്കോർഡ് ഫോർ ഓപ്ഷണൽ മലയാളം ഓർ ജേർണലിസം. ഇനി ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ്. അതിൽ ടോട്ടൽ മാർക്ക് ഫോർ ഹയർ സെക്കൻഡറി ഓർ ഇക്വലൻറ്റ് പ്ലസ് ഡബിൾ ദ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഫോർ ജനറൽ ഇംഗ്ലീഷ് for their plus 2 examination. 50% of the mark obtained for the above paper shall also be added plus 10% weightage of marks scored for optional English component. Then commerce and hotel management and catering ആണ്. ഈ 4 സബ്ജക്റ്റിൻ്റെ ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്. കൊമേഴ്സ് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ്, അതുപോലെ കൊമേഴ്സ് ആൻഡ് ടാക്സ് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസ്, കൊമേഴ്സ് ആൻഡ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്, അതുപോലെ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ 4 സബ്ജക്റ്റിനും ഒരു പ്രൊസീജിയറാണ്. നമുക്ക് നോക്കാം. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സ്കോർഡ് ഫോർ അക്വൈൻറ്റൻസീസ് പ്ലസ് വെയിറ്റേജ് ഓഫ് 50% ഓഫ് മാർക്ക് സ്കോർഡ് ഫോർ ബിസിനസ് സ്റ്റഡീസ്. ഇനി ബയോടെക്നോളജി ആണ് പറയുന്നത്, മൾട്ടി മേജർ. ടോട്ടൽ മാർക്സ് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് ഫോർ ബയോളജി ഓർ ബയോടെക്നോളജി. ഇനി കമ്പ്യൂട്ടർ സയൻസ് ആണ്. ടോട്ടൽ മാർക്ക് ഒബ്റ്റൈൻ ഫോർ ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ പ്ലസ് മാർക്ക് ഫോർ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്,
or computer science. Then the candidate who has studied computer science at plus 2 level, the score obtained in computer science paper be added instead of the score in physics 2011 admission onwards എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആണ് ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് ഫോർ ഫിസിക്സ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കേസിൽ BCA ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് ഫോർ മാത്തമാറ്റിക്സ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBAയുടെ കേസിൽ ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ. ദെൻ ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് ആണ് BMS ഹോട്ടൽ മാനേജ്മെൻറ്റ്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണ് നോക്കുന്നത്. ദെൻ BSW ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്, അതിൽ ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് 10% വെയിറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഫോർ സോഷ്യൽ വർക്ക് ഫോർ ദോസ് ഹു ഹാവ് സ്റ്റഡീഡ് സോഷ്യൽ വർക്ക് സബ്ജക്ട് ഇൻ ദ പ്ലസ് 2 ലെവൽ. ഇനി BVOS ഡിഗ്രി പ്രോഗ്രാമിന് നോക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ്. ഫോർ VHSC ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് 25 മാർക്ക് വെയിറ്റേജ് ആണ്. മറ്റുള്ള കോഴ്സ് മറ്റത് ഫോർ ഓൾ അതേഴ്സിന് ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി ആണ് നോക്കുക. ദെൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ആണ്. അതിൽ ഫോർ VHSC ടോട്ടൽ മാർക്സ് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് 25 മാർക്ക് വെയിറ്റേജ്. ഫോർ ഓൾ അതേഴ്സ് ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി. ദെൻ BVOS ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനേജ്മെൻ്റ് ആണ്. അതിൻ്റെ കേസിൽ ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി. ഫോർ VHSC സ്റ്റുഡൻസ് ഹു ടേക്ക് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ഡയറി ടെക്നോളജി ഓർ മറൈൻ ഫിഷറീസ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ്, ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് ആസ് വൺ ഓഫ് സബ്ജക്ട്. ഇൻഡസ് മാർക്ക് കാൽക്കുലേഷൻ is as follows. That is total mark in VHSC plus a weightage of 50 marks. ഇനി BVOS ഫുഡ് പ്രോസസ്സിംഗ് ആണ്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി ആണ് അതിനും നോക്കുന്നത്. VHSC ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ മാറ്റം വരുന്നുള്ളൂ. ഇനി ഇന്നോവേറ്റീവ് പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അത് BA എക്കണോമിക്സ് ആൻഡ് മീഡിയ സ്റ്റഡീസ് ആണ്. അതിൻ്റെ കേസിൽ ഇൻഡസ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ എക്കണോമിക്സ് ഓർ ജേർണലിസം. എ വെയിറ്റേജ് ഓഫ് 50% ഓഫ് ദ ആവറേജ് മാർക്ക് ഓഫ് എക്കണോമിക്സ് ആൻഡ് ജേർണലിസം ആഡ് ചെയ്യണം. The candidate studied both these subjects in HSC level. ഇനി BA ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ് ആണ്. മാർക്ക് സെക്യൂർഡ് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് മാർക്ക് ഫോർ ജനറൽ ഇംഗ്ലീഷ് ഓർ ജേർണലിസം പ്ലസ് എ വെയിറ്റേജ് ഓഫ് 50% ഓഫ് ദ ആവറേജ് മാർക്ക് ഓഫ് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ജേർണലിസം if the candidate studied both these subjects in HSC level. ഇനി BA എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് ഫോർ എക്കണോമിക്സ് ഓർ മാത്തമാറ്റിക്സ് പ്ലസ് എ വെയിറ്റേജ് ഓഫ് 50% ഓഫ് ദ ആവറേജ് മാർക്ക് ഓഫ് എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ദ കാൻഡിഡേറ്റ് സ്റ്റഡീഡ് ബോത്ത് ദീസ് സബ്ജക്ട് ഇൻ HSC ലെവൽ. ഇനി BA ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ ആണ്. ടോട്ടൽ മാർക്ക് ഫോർ ഹയർ സെക്കൻഡറി ഓർ ഇക്വലന്റ് പ്ലസ് മാർക്ക് ഫോർ ജനറൽ ഇംഗ്ലീഷ് ഓർ മലയാളം പ്ലസ് എ വെയിറ്റേജ് ഓഫ് 50% ഓഫ് ദ ആവറേജ് മാർക്ക് ഓഫ് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഇനി BCom അക്കൗണ്ട്സ് ആൻഡ് ഡേറ്റ സയൻസ് ആണ്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ അക്കൗണ്ടൻസി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്ലസ് വെയിറ്റേജ് ഓഫ് 50% ഓഫ് ദ ആവറേജ് മാർക്ക് അക്കൗണ്ടൻസി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ദ കാൻഡിഡേറ്റ് സ്റ്റഡീഡ് ബോത്ത് ദീസ് സബ്ജക്ട് ഇൻ HSC ലെവൽ. ഇനി BBA ലോജിസ്റ്റിക് ആണ്. ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ. ദെൻ BSc മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കേസിൽ ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ മാത്തമാറ്റിക്സ് പ്ലസ് മാർക്ക് ഫോർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് സ്റ്റഡീഡ് ഇഫ് എനി. Then BSc Physics Complementary Mathematics Complementary to Machine Learning ആണ്. അതിൻ്റെ കേസിൽ ടോട്ടൽ മാർക്ക് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് മാർക്ക് സെക്യൂർഡ് ഫോർ ഫിസിക്സ്. സോ ഇത്രയുമാണ് ഇൻഡസ് മാർക്ക് കാൽക്കുലേഷൻ കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഈ സബ്ജക്റ്റുകൾക്ക്, ഇത്രയും കോഴ്സുകൾക്ക് ഇൻഡസ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. നിങ്ങൾ സ്വയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. മുമ്പ് ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇൻഡസ് മാർക്ക് ഒരു വ്യക്തിയുടെ മാർക്ക് ബേസ് ചെയ്ത് എങ്ങനെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.